പത്തിരിയും ചിക്കൻ കറിയും ആഹാ അന്തസ്. അപ്പോൾ തുടങ്ങിയാലോ? ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കാനാണ് നോക്കല്, പക്ഷെ ഇന്നൊരു പൂതി. അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്യണ എൻ്റെ ഉമ്മാൻ്റെ ചിക്കൻ കറി റെസിപ്പിയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക, ഉള്ളി ഇടുക, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടുക. വാടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടെടുക്കുക. ഇനി ഒരു പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയിലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്തെടുക്കുക. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി പൊടിച്ചതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മസാല ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പൊട്ടറ്റോ കട്ട് ചെയ്തതും പിന്നെ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു 3 വിസിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പത്തിരി പരിപാടി തുടങ്ങാം. നേരത്തെ വാട്ടിയെടുത്ത മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എല്ലാതും അങ്ങോട്ട് ചുട്ടെടുക്കുക. ഈ പത്തിരിപ്പണി കുറച്ച് പണിയുള്ള പണിയാട്ടോ, പക്ഷെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പത്തിരി തീരുന്നത് അറിയില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും പത്തിരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് പരിപാടി അവസാനിപ്പിക്കും. പത്തിരിയും ചിക്കൻ കറിയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് നല്ല പൊലിവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരി, കഴിക്കട്ടെ.